ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് മോളി റെസിപ്പി ട്രൈ ചെയ്താലോ. അപ്പോൾ അതിനുവേണ്ടി മീനൊക്കെ എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി ഇതേപോലെ ഒന്ന് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് പാമുള്ളൻ എന്ന് പറയുന്ന മീനാണ്. നമുക്ക് ഇഷ്ടമുള്ള മീൻ ഇതേപോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫിഷൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ചെറിയൊരു മസാല റെഡിയാക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതോടൊപ്പം തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ നീര് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തെടുക്കാം. ഇങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്ക് മീനിലേക്ക് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. 3 പീസ് മീനിലും നമുക്ക് ഇതേപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് മീൻ ഓരോ പീസ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഫ്രൈ ചെയ്യുമ്പോൾ 2 പീസ് മീൻ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഫിഷ് മോളിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീൻ എപ്പോഴും ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം ആകുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള ഒരു പീസ് മീനും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷൊക്കെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിഷ് മോളി ആക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്പൈസസ് എടുത്തിട്ടുണ്ട്. 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട പൊടിച്ചത്, 3 കറയാമ്പുമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ 2 എണ്ണം നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ വേണം നമ്മൾ മസാല റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ സവാളയൊക്കെ പകുതി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. മിക്സ് ചെയ്ത് ചേർത്ത പൊടികളുടെ പച്ചമണക്ക് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പാലെടുത്തതാണ്. അപ്പോൾ 1ാം പാല് മാറ്റിയതിന് ശേഷം 2ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2ാം പാല് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മീനിൻ്റെ പീസസ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചാറ് സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്ത മീനിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മീനിൽ അധികം തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ചാറ് സൈഡിൽ നിന്നൊക്കെ എടുത്ത് ചേർക്കാനായിട്ട്. ഇതല്ലെങ്കിൽ നമുക്ക് പാൻ അപ്പാടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ച് കൊടുത്താൽ മതിയാകും. മീൻ ചേർത്ത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി നീളത്തിൽ അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റൗണ്ടിലും കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 1ാം പാലാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് 1ാം പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. സമയത്ത് നമുക്ക് പാനോട് കൂടി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. സ്പൂൺ വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെ നമ്മുടെ ഫിഷ് മോളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഫിഷ് മോളി എന്ന് പറയുന്നത് പുട്ടിനൊപ്പമാണ് നല്ല അടിപൊളി കോമ്പിനേഷൻ. കൂടാതെ തന്നെ നമുക്ക് അപ്പം റൊട്ടിയുടെയൊക്കെ ഒപ്പം തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫിഷ് മോളി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.